നമസ്കാരം. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അത് പഞ്ചാബ് ബോർഡറിൽ നിന്ന് ഹരിയാനയിലോ അല്ലെങ്കിൽ ഡൽഹിക്കടുത്ത് എവിടെയോ നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന കർഷകരുടെ, അത് പഞ്ചാബിലെ സർദാർമാരാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വേഷം ധരിച്ചിരിക്കുന്ന പഞ്ചാബിലെ കർഷകരാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന കുറച്ചു പേര്. അതിൽ ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങള് സർദാർമാർ അല്ലെങ്കിൽ സിഖ് റെജിമെന്റ് മുഴുവൻ ഞങ്ങളുടെ കൂടെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് പാകിസ്ഥാൻ കയറി ഇന്ത്യയിൽ കയറി അങ്ങ് നിരങ്ങും, ഇന്ത്യയെ മിണുങ്ങും, അല്ലെങ്കിൽ ഇന്ത്യയെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഇതിനകത്ത് കാണുന്നത് എന്താണെന്നറിയും, ഒരു സമുദായത്തിനെ മുഴുവൻ വിദ്വേഷപ്പെടുത്താൻ വേണ്ടി അതേ സമുദായത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സർദാറെന്ന് തോന്നിപ്പിക്കുന്ന ചില മണ്ടന്മാര്. ഇവരൊന്നും കർഷകരല്ല. ആദ്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിന്ന് മാത്രം, ഇപ്പൊ തെക്കോട്ട് നോക്കി കുറയ്ക്കാനൊന്നുമില്ല, വടക്കോട്ട് മാത്രം നോക്കിക്കൊണ്ട് എന്തവിടെ നടന്നു കഴിഞ്ഞാലും അതിന് എന്താണെന്നുള്ളത് അറിയാതെ ഇവിടെ കർഷകരവിടെ പട്ടിണിക്കിടുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. ആദ്യം കേരളത്തില് നമ്മുടെ കർഷകരെ ആത്മഹത്യ ചെയ്യുന്നതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് മതി ഈ ആളുകൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഈ കർഷകരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു പട്ടാളക്കാരെയും പട്ടാളത്തിന്റെ സിഖ് റെജിമെന്റിനെയും കുറിച്ചാണ് ഈ സർദാർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ എത്ര പേര്, അശ്വൻ ഓക്കെ, ഐ വിൽ റെസ്പോണ്ട് ലേറ്റർ, ഇതിന്റെ ഫ്ലോ പോവും. ഇതിൽ എത്ര പേര്, ഈ സർദാർ വേഷം ധരിച്ചിരിക്കുന്ന എത്ര പേരാണ് ഇതിൽ കർഷകരായിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണില്ല. കാരണം അവർ വരുന്നത് സ്കോച്ചിന്റെ കേസസ് വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ, കാരണം ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. സോ ഇവരുടെ എല്ലാം ഒരു അജണ്ട എന്ന് പറയുന്നത് ബ്രിങ് ഡൗൺ മോദിജി, ബ്രിങ് ഡൗൺ മോദിജി. എന്താണ്, വൈ ഡു യു വാണ്ട് ടു ഡിഫീറ്റ് BJP, അല്ലെങ്കിൽ വൈ ഡു യു വാണ്ട് ടു ഡിഫീറ്റ് മോദിജി? We want to rule, so that they go to Pakistan also and say that you just make us to win, so that we will allow you to do whatever you feel like. ഇത് തന്നെയായിരുന്നു കുറെ കാലമായിട്ട് നടന്നിരുന്നത്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മാത്രം ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ലീഡർഷിപ്പ് ഓഫ് മോദിജി. ഇവിടെ ഇന്നത്തെ ഈ ലൈവിനകത്ത് ഷമീർ സംഗീതം എഴുതിയിട്ടുണ്ട്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു ഷമീർ, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വിളിച്ചു കഴിഞ്ഞാലും. ആൻഡ് ഐ ഡോണ്ട് കെയർ ഫോർ വാട്ട് യു പീപ്പിൾ തിങ്ക്. ഞാൻ എന്ന മേജർ രവി ഇന്നും അന്നും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം ഈ കാര്യം പറയുന്ന സമയത്ത് അതിനിടെ കൂടെ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാധിക്കില്ല. കാണുന്നുണ്ട് ഇതൊക്കെ. സോ ഈ സർദാർമാരിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയില്ല. അതിൽ എത്രയോ സർദാർമാർക്ക് തലപ്പാവും താടിയും എല്ലാം ഉണ്ടെങ്കിലും പലർക്കും മീശയില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ബിക്കോസ് ഒരു സർദാറും കറക്റ്റായിട്ട് പകടി വെച്ച് നടക്കുന്ന സർദാർമാരാണെങ്കിൽ അവർ ഒരു രോമം പോലും കട്ട് ചെയ്ത് കളയില്ല. അതാണ് യഥാർത്ഥ സർദാർ എന്ന് പറയുന്നത്. അപ്പം Sīdhamnīdi, Akbar Sīdhamnīdi, I don't know Salam. I don't know what you are saying. ഇത് നിങ്ങൾ ആദ്യം യൂട്യൂബിൽ ശ്രദ്ധിക്കുക. ഇവരൊരിക്കലും മീശ പിടിക്കില്ല. അപ്പം ദീസ് ആർ ഓൾ ദ സ്റ്റേജ് മാനേജ്ഡ് ഒപ്പോസിഷൻ, അല്ലെങ്കിൽ സ്റ്റേജ് മാനേജ് ഡിസ്റ്റർബൻസ് വിച്ച് ഹാസ് ടു ബി ഡൺ എഗെയിൻസ്റ്റ് ദ മോദി ഗവൺമെന്റ്. ഇന്ന് ഞാനിപ്പോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, യെസ് BJPയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ പണ്ടും ഇതുപോലൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ മനസ്സിനകത്തോട് ഇത് കേട്ടണം. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൂ. വെറുതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിന്തിക്കൂ, എങ്ങനെയാണ് ഒരു സർദാർ ഷേവ് ചെയ്യാൻ പാടില്ലാത്തും അവരുടേതായിട്ടുള്ള സിസ്റ്റത്തിനകത്ത് അവർ ഒരു മുടി പോലും കട്ട് ചെയ്ത് കളയില്ല. അത് കൃത്യമായിട്ട് വളർത്തിക്കൊണ്ട് ആ പകടിയും വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെയുള്ള ആളുകൾ, താടിയുണ്ട്, തലയുണ്ട്, പക്ഷേ
മീശയില്ലാത്തത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കില്ല. നിങ്ങൾ ചിന്തിക്കില്ല. കാരണം നിങ്ങളെല്ലാം ബ്ലൈൻഡ് തിങ്കിങ് ആണ്. അവിടെ കർഷകർക്ക് വേണ്ടി ഇരിക്കുന്നത്, ഇവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നവരോടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മര്യാദ കൊടുക്കുന്നതുകൊണ്ട്. പക്ഷെ ആ വ്യക്തി അതിനൊന്നും അർഹതപ്പെടുന്നില്ല. അത് പറഞ്ഞത് എന്താണെന്നറിയോ? സിഖ് റെജിമെന്റിന്റെ എല്ലാ സർദാർമാരും ഞങ്ങളുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ അപ്പം എന്തുപറ്റി? സിഖ് റെജിമെന്റിനകത്ത് ഇന്ന് ഇന്ത്യൻ ആർമിക്കകത്ത് സിഖ് റെജിമെന്റ് മാത്രമല്ല, പട്ടാളക്കാർ കേരളം തൊട്ട് കാശ്മീർ വരയ്ക്കുള്ളവരും പട്ടാളക്കാരുണ്ട്. അപ്പൊ ആ പട്ടാളക്കാരുടെ ഉള്ളിൽ ഈ സിഖ് റെജിമെന്റുകാരെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഈ വ്യക്തി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. സിഖ് റെജിമെന്റ് ഞങ്ങളുടെ കൂടെ 10 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുട്ട് മടക്കാൻ പാകിസ്ഥാന് 10 മിനിറ്റ് സമയം മതി. കാരണം അവർ വിചാരിച്ചാൽ, ഈ സിഖ് ബറ്റാലിയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുഴുവൻ മുട്ടുമടക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ആ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും സിഖ് ബറ്റാലിയന്റെ മൈൻഡ് അല്ല അത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെത്താൻ ഇതിനകത്ത് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാം. ഇന്ന് ഇന്ത്യയിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ, എക്സ് സർവീസ്മെന്റാണ് ഞാൻ പറയുന്നത് എക്സ്പെഷ്യലി, 2 സംസ്ഥാനങ്ങളാണ് ടോപ്പിൽ നിൽക്കുന്നത്. അത് യു പിയും കേരളവുമാണ്. യു പി ആണ് നമ്പർ 1, നമ്പർ 2 കേരളമാണ്. സോ ഇത്രയും അധികം പട്ടാളക്കാരുള്ള പല അധികം മറ്റേ സ്റ്റേറ്റുകളും ഉള്ള സമയത്ത് താങ്കൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു സിഖ് ബറ്റാലിയൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുട്ടുമടക്കാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെയുള്ള സംസാരം നിങ്ങൾ സംസാരിക്കരുത്. കാരണം സിഖ് ബറ്റാലിയന് കൂടെ ഇതൊരു ഇൻസൾട്ടാണ്. ബിക്കോസ് വി ഓൾ സെർവ് ടുഗദർ. വൺ ഓഫ് ദ ഷിവാൽറിയസ് ബറ്റാലിയൻസ് ആർ ദ സിഖ് ബറ്റാലിയൻസ്. ഞങ്ങൾ പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പല യുദ്ധമുഖത്തും അവരവരുടേതായിട്ടുള്ള ധീരത കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ, നിങ്ങളെപ്പോലുള്ള കർഷകന്റെ വേഷം അണിഞ്ഞു നടക്കുന്ന ഭീകരന്മാരെ, നിങ്ങളോട്ടുള്ള ഒരു വാണിംഗ് ആണ്. ഇറ്റ്സ് എ വാണിംഗ് ടു യു ഓൾ ദ ടെററിസ്റ്റ് under the disguise of the farmers of Punjab. Keep away from all these kind of disgusting statements and don't ever dare to say that the Sikh battalion will come with you. They are the real patriotic soldiers and they will remain with us. They will remain patriotic towards our country, and that kind of people cannot be lured by you like a terrorist under the disguise of the farmers. So it's a warning to you all. Indians know the game what you are playing. Today the election is going to come and suddenly you are problem. Why last 2 years you were silent? Now you are just coming out and saying that okay, Modi ji ko hatao, Modi ko hatao, Modi ko hatao. Modi ko hata ke tum kya karoge? Don't mislead the people of this country. Let us all, we are all living in peace. We don't have any caste or creed or anything. So these kind of game plan, what you are doing with the military, is a dangerous scene. And if you people are the representative of Khalistan, which was created in 82, 83, and finally you got it back from, because even I fought against you in Punjab under the command of Director General of Police, Sri KPS Gill, with all the respect. What a great man he was. He himself was a Sardar, but then he was the right person to bring you down to your knees. Then the Khalistan problem was not there. Suddenly now again it is coming up. Last 10 years, you people are trying all this. Where are you getting all this money? You don't ever play with this present strong government. ഈ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ഖാലിസ്ഥാൻ ആ തീവ്രവാദി സംഘടനകൾ ഒരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കില്ല. ബിക്കോസ് ടുഡേ ദ ഇന്ത്യ ഇസ് നോട്ട് ദ ഓൾഡ് ഇന്ത്യ, ആൻഡ് ടുഡേ ദ ഇന്ത്യ ഇസ് ദ സ്ട്രോങ്സ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. I can proudly say that. So don't mislead the people saying that you people will get the support of the Sikh battalion. Sorry, the militants, the treacherous militants who created so much of problem for Punjab in 80s and early 90s.
You people were wiped out by the Punjab people. They used to come and, because when I was operating over there in this year of 89, 1991, they used to come and give us the information about you people hiding in Punjab and creating problem. That's how by 92, we have wiped you out. Suddenly you are coming out again. Don't ever dare to come to this country and disrupt our peace. We are under the strong command and control of a strong Prime Minister. We will remain like this, keep away from all these kind of mischiefs, and don't put Indian military into this thing. Indian military or the Sikh battalion will never support the militants. So that is what I know about the Sikh battalion. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഇതിൽ വന്നതും. കാരണം അറിയാതെ ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞു പോയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാർ മിലിറ്റൻസ് ആണ്. ഇന്ന് കർഷകന്റെ വേഷമണിഞ്ഞ് നടക്കുന്ന ഈ ഖാലിസ്ഥാൻ ഫോഴ്സ്, sponsored by the Canadian Khalistani forces, and they are getting the fund from the foreign countries. They are trying to disrupt our peace. അതിനെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് മോദിനെ ബ്രിങ് ഡൗൺ ചെയ്യണമെങ്കിൽ don't disturb the country's peace. You try to prove that you can rule this country with honesty. You have proved that you are the bloody most corrupted governments. ഇന്ന് അത് കിട്ടുന്നില്ല. And this country is going to prosperity, and that time ഇതുപോലുള്ള ചെപ്പടി വിദ്യയായിട്ടൊന്നും മുന്നോട്ട് വരല്ലേ. So keep away from these kind of games. We are strong. So it's a warning to the Khalistani militants. Because I got a gallantry medal in Punjab against the Khalistani forces. So there are a lot of people sitting still outside. നിങ്ങളെപ്പോലുള്ളവരുടെ ഒന്നും കളി ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഞാൻ ഐ ഡോണ്ട് നോ, ഇന്നിപ്പം എനിക്ക് ഷൂട്ട് പോട്ട സമയമായതുകൊണ്ട് എന്നാലും വന്നിരുന്നതൊന്ന് പറയേണ്ടി വന്നു. ഇന്നലത്തെ ആ വീഡിയോ എന്നെ വളരെയധികം അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നിങ്ങൾ മലയാളീസ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം, ഈ കർഷക സമരം എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്. അല്ലാതെ അപ്പം അവിടുത്തെ കർഷക സമരം ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പലതും പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ കർഷകരുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. അവർ പട്ടിണി കിടക്കാതെ അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാം. അതുപോലെ ഇപ്പം ആരൊക്കെ തന്നെ കുറെ സംഗീതമൊക്കെ വിളിച്ചിട്ട് കുറച്ച് ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് സലാം ഇവിടെ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. വൈ? ബിക്കോസ് ഞാൻ പറയുന്ന ട്രൂത്താണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു തെറിവിളിയിൽ ഇതിലൊന്നും ഞാനങ്ങനെ പെട്ടെന്ന് മുട്ടുമടക്കുന്നില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് വാട്ട് ഐ എം സേയിങ് ഇസ് റൈറ്റ്. അതല്ലെങ്കിലോ ഇറ്റ്സ് അപ് ടു യു. എനിവേ, മലയാളികളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരോട്, മലയാളികൾ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ എല്ലാ ജാതി മതക്കാരും ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരി സഹോദരന്മാരോടാണ് പറഞ്ഞത്, ഡോണ്ട് ഗെറ്റ് മിസ്ലെഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വികാരം നിങ്ങൾക്ക് വരും. കാരണം എന്ന് വെച്ചാൽ ഒരു സിഖ് ബറ്റാലിയനെയാണ് പേരുദോഷം വരുത്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഷമീർ, താങ്ക് യു കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം ഒരു സിഖ് ബറ്റാലിയനെ മുഴുവൻ, അപ്പൊ എന്ത് പറ്റുമെന്നറിയോ? നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കും. പട്ടാളത്തിലുള്ള മറ്റുള്ള ബറ്റാലിയൻ, മലയാളി മദ്രാസ് ബറ്റാലിയൻ അല്ലെങ്കിൽ മറാഠ ബറ്റാലിയൻ, JNK ബറ്റാലിയൻ, ഗ്രനേഡേഴ്സ്, ഇങ്ങനെയുള്ള പല ബറ്റാലിയൻകാരും, ബംഗാൾ ബറ്റാലിയൻസ്, ഇവർക്കൊക്കെ ഉള്ളിൽ ഒരു സർദാറിനെ കാണുന്ന സമയത്ത് വിദ്വേഷം ഉണ്ടാക്കാനാണ് ഇതുപോലുള്ള ടെററിസ്റ്റുകൾ ശ്രമിക്കുന്നത്. കർഷകന്റെ രൂപത്തിലുള്ള ദ ടെററിസ്റ്റ് ഇൻ ഡിസ്ഗൈസ് ഓഫ് ഫാമേഴ്സ്. അവർ ഇത് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു രീതി. അങ്ങനെയാണ് ഇവർ പണ്ടും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. നമ്മുടെ കേരളത്തിലുള്ള ആളുകളെങ്കിലും ഇതുപോലെ ആ കർഷകരുടെ പേര് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വേഷത്തിൽ പലരുടെയും മീശയില്ല. അതെന്താണത്?
അപ്പൊ മനസ്സിലാക്കാലോ ഇത് എവിടുന്നാണ് ഈ ഫണ്ട് വരുന്നത്, എവിടുന്നാണ് ഈ ആളുകൾ വരുന്നത്, എവിടുന്നാണ് ഈ രാജ്യത്തിന്റെ സെക്യൂരിറ്റീനെ they are questioning the security. I mean, now I'm wondering how come these people have come to Punjab? Where is the security leak? So, Malayalis ആയിട്ടുള്ള എൻ്റെ സഹോദരന്മാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ഗെറ്റ് മിസ്ലെഡ്. ഇതൊക്കെ പറയുന്ന സമയത്ത് എന്ത് പാർട്ടി ചായ്മയുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ അങ്ങനെ അനലൈസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ നാസിർ, പൊളിറ്റിക്സ് അല്ല സർ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്ന നാടകങ്ങൾ ഉണ്ടാവും. കറക്റ്റാണ് നാസിർ, യു സെഡ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കായിട്ട് റാഷണലൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ മേജർ രവി ഇപ്പൊ വന്നിട്ടുണ്ട്. മേജർ രവി പണ്ട് BJP അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതാവുന്ന സമയത്ത് ഇയാൾ BJPക്ക് ഉണ്ട്. നോ, അന്നും ഇതുപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും ഇതുപോലെ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ആ പറയുന്ന വാക്കുകളൊന്നും എടുത്തുകൊണ്ട് ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ. സോ അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്നിപ്പോ ലൈവിൽ വന്നത്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചിലതൊക്കെ നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സങ്കടമുണ്ട്. ഒരു അമ്പലത്തിൽ പരിപാടി വല്ലതും നടക്കുന്ന, ഇപ്പം പൊങ്കാല നടക്കുന്നതിന് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നവരാണ്, നമുക്കറിയാം. അവിടുത്തെ ഫ്ലക്സുകൾ എടുത്തു, കൊടികൾ എടുത്തു കളഞ്ഞു. നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഭരിക്കുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. പള്ളിയിലും അല്ലെങ്കിൽ നിങ്ങൾ അവരൊക്കെ അവരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കൂ. മുഖ്യമന്ത്രി സർ, പ്ലീസ്, CM സാറിന്റെ അടുത്ത് എന്റെ റിക്വസ്റ്റ് ഇതാണ്, യു റൂൾ ദ കൺട്രി. ഇവിടെ കടം വാങ്ങിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാതെ വല്ല ഹിന്ദുക്കളുടെ കൊടി കാണുന്ന സമയത്ത് എടുത്ത് ഊരി വലിച്ചെറിയാനും വേണ്ടിയിട്ട് ഇതിനൊക്കെ എത്ര സമയമുണ്ട്, എത്ര പോലീസിന്റെ എഫേർട്ട് ഉണ്ടെന്നറിയോ, എത്ര കോർപ്പറേഷന്റെ എംപ്ലോയീസിന്റെ എഫേർട്ട് ഉണ്ടെന്നറിയോ. മനസ്സമാധാനം കെടുത്താൻ തന്നെ അങ്ങ് തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റ് വൺ സ്റ്റേജ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഏറെ കുത്തിയാൽ ചേരയും കടിക്കുമെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഈ ജനങ്ങളെ കൊണ്ടുപോകരുത്. ഇന്ന് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അപ്പൊ കേരളത്തിനെ കുറിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ബിക്കോസ് അതിവിടെ കേരളത്തിലെ ആളുകൾ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ നോർത്തിലത്തെ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ പോലും ഇതുപോലെ ഒരു ഭരിക്കുന്ന ഗവൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ലൈവിൽ വന്നതും. ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സർ? കർഷക സമരത്തെ അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ടാണ്. ഈ കർഷക സമരത്തെ അജിത് കുമാർ പുതിയപുരയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അവിടുത്തെ കർഷകന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിക്കൂ. ഇത് മണ്ഡി സിസ്റ്റത്തിനെ മാറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ വലിയ മണ്ഡിയുടെ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നവന്മാര് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർഷക സമരം നടത്തുന്നത്. ഓൾറെഡി അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിനെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് ഈ മണ്ഡി സിസ്റ്റം ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ്. മണ്ഡി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകൻ അവന്റെ സാധനം, ഞാനൊരു 10 കിലോ ടൊമാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് എനിക്ക് മണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ പ്രൈസ് കിട്ടും. അതിനിടയിൽ മറ്റെന്താണ് ചെയ്യുന്നത്, ഈ കർഷകനെ ആ പാടത്ത് വന്നുകൊണ്ട് ഒരു ബ്രോക്കർ എന്ന് പറയുന്നവൻ വിലയിടും. അപ്പൊ എന്ന് വെച്ചാൽ 1 കിലോ തക്കാളിക്ക് മണ്ടിയിൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അവന്റെ സൈക്കിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ തക്കാളിക്ക് 50 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവന്റെ പോക്കറ്റിൽ വന്നു. നേരെ മറിച്ച് ഈ മീഡിയോക്കർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് പാടത്ത് വെച്ച് തന്നെ അവന് വിലയിടുകയാണ്. അപ്പൊ എന്ത് പറയും, 10 രൂപ അല്ലെങ്കിൽ 12 രൂപ. അപ്പൊ ഇത്രയും പൈസ. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു ദിവസത്തെ ഫുൾ ക്ലാസ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമരത്തിന് ഞാൻ ഒരിക്കൽ, സമരം ചെയ്യുന്ന കർഷകരാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇത് കർഷകരുമല്ല, ഇത് ഖാലിസ്ഥാനി ഫോഴ്സസ്. അത് എല്ലാം കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ എവിടുന്നാണ് ഈ സിംഗിൾ മോൾട്ട് സ്കോച്ചിന്റെ കേസസ് എല്ലാം വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് ഇവന്മാരെല്ലാം അടിച്ച് പൂസായിട്ട് അവിടെ റോഡും ബ്ലോക്ക് ചെയ്തുകൊണ്ട് കിടക്കുന്നതിന് ഇവരൊക്കെ അത്രയും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ പാവപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം സാധിക്കുമോ? അത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇല്ല, നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ഞാൻ ചിന്തിക്കില്ല, ഞാൻ ഭരിക്കുന്നത് മോദിജി, സോ ഒപ്പോസിറ്റ്. ഇവിടുത്തെ മണിശങ്കരയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി പാകിസ്ഥാനിൽ പോയിരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഇവിടെ വന്നിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയെങ്കിലും മോദിനെ ബ്രിങ് ഹിം ഡൗൺ ആൻഡ് പുട്ട് us into power, then we will allow you to do anything എന്ന് പാകിസ്ഥാനോട് പറഞ്ഞ മണിശങ്കർ അയ്യർ ഇന്നും ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. So understand that we have accommodated everybody.
We have given, we had so much of tolerance against, towards this anti-national elements. പിന്നെ ഒരു കോൺഗ്രസിന്റെ വക്താവെന്നും പറഞ്ഞ ഒരു ലേഡി ഇവിടെ ഇരിപ്പുണ്ട്. എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടായിരുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പാകിസ്ഥാൻ ഇപ്പൊ എപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാന് ആര്? ഞങ്ങളുടെയൊക്കെ മച്ചുനന്മാരാണ്. പാകിസ്ഥാൻ എന്നും നമുക്ക് എഗൻസ്റ്റായിട്ട് പെരുമാറിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ അതുപോലെ, നേരെ മറിച്ച് ഇതേ പാകിസ്ഥാനീസ് ദുബായിലുള്ള നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ബിക്കോസ് ദേ ആർ ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്. അല്ലാതെ നമ്മുടെ രാജ്യത്തിനെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളല്ലായിരുന്നു ഇവിടെ. എന്ത് പറഞ്ഞാൽ തക്കാളിയും ഉരുളക്കിഴങ്ങും അദാനിയുടെ കയ്യിലെത്തും. ഇവിടെയും അദാനി അംബാനി എന്നൊക്കെ പറയുന്നല്ലേ, അത് എത്തണം എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ അദാനിയുടെ അടുത്ത് എത്തുന്നുണ്ട്. എനിവേ, അതല്ലേ പറഞ്ഞു, അതിനെക്കുറിച്ച് കുറെ സംസാരിക്കാനുണ്ടായിരിക്കും. സോ ഇനി ഞാൻ കാര്യങ്ങൾ അങ്ങ് പറയുന്ന പോലെ പുലിമൂട്ടിൽ ഉണ്ണി അങ്ങ് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും ഈ പാവം കർഷകരുടെ ചെവിയിലെത്തണം. കാരണം ഇതിന്റെ അതിന് കർഷകരല്ല ഉണ്ണി ഇവിടെ സമരം ചെയ്യുന്നത്. ഇതൊക്കെ സ്റ്റേജ് മാനേജ്ഡ് ആളുകളാണ്. അവര് ഓരോ തന്തൂരി ചിക്കനും ഫുൾ സ്റ്റോക്കും എടുത്തുകൊണ്ട് റോഡിൽ വന്നുകൊണ്ട് ടെന്റും ഇട്ടുകൊണ്ട്, ഹീറ്റഡ് ടെന്റും അതുപോലെ ബെൻസ് വണ്ടികളും ബെൻസ് കാരവനും ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇവരെങ്ങനെയാണ് കർഷകരാവുന്നത്? ഒരിക്കലുമല്ല. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ന്യൂട്രൽ ബുദ്ധി വേണം. അതിന് ആദ്യം രാജ്യസ്നേഹികളായിട്ടുള്ള ആ ഒരു മൈൻഡ് നമുക്ക് വേണം. ആര് ഭരിച്ചാലും നാളെ BJP ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഞാൻ അതിനെ വിളിച്ച് പറയും. ബിക്കോസ് ആരാണെങ്കിലും ശരി, രാജ്യത്തിന് നിരക്കാത്താണെങ്കിൽ അത് നമ്മൾ പറയണം. ദാറ്റ് ഇസ് യുവർ റൈറ്റ്. ഇവിടെ നമ്മുടെ റൈറ്റ്. മുഖ്യമന്ത്രി ഭരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നില്ല. ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനമായിട്ട് അവരുടെ പോലീസ് ഇറങ്ങും, ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ ആയിട്ട്. അത് രക്ഷാപ്രവർത്തനമാണ്. പക്ഷെ അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്ന സമയത്താണ് ഈ രക്ഷാപ്രവർത്തനം പ്രശ്നമായിട്ട് മാറുന്നത്. എനിവേ, ആ ഒരു പോയിന്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. കലാഭവൻ ബാദുഷാ, ഗിന്നസ് ബാഷ, ഗ്രേറ്റ് വോയിസ്. താങ്ക് യു സോ മച്ച്. ദീപ സുരേഷ്, താങ്ക് യു. എല്ലാവരുടെ താങ്ക് യു. അത് കഴിഞ്ഞിട്ട് കലാഭവൻ ബാഷ, ഹായ് ഡാ, കണ്ടു. ഷാജി PV വാച്ചിങ്. ഓ ഷാജി. കുട്ടൻ ശിം ദേവകുമാർ വാച്ചിങ്. ഓക്കെ. എനിവേ, എല്ലാവരോടും കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ലൈവിൽ വന്നിട്ട് കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് യുവർ സെൽഫ് പോസിറ്റീവ്. ആൻഡ് പലതും നമുക്ക് നെഗറ്റീവ് കാണുമായിരിക്കും. പക്ഷെ ആ നെഗറ്റീവ് നമ്മൾ കാലത്തോട്ട് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മുഖങ്ങൾ പലതും കാണാറുണ്ട്. ബട്ട് ദെൻ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. യു ബി പോസിറ്റീവ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ ഖാലിസ്ഥാനി ഫോഴ്സ് എന്ന് പറയുന്ന, കർഷകരെന്ന് പറയുന്ന ഖാലിസ്ഥാനി ഫോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തുകാർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഐ കെയിം ഇൻ ടു ലൈവ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വിളിച്ചിട്ടുള്ള എല്ലാവരോടും. സുധി മണ്ണുരുത്തി, സുധി മീരിക്ക് മുന്നിൽ തന്നെ സമരമെന്ന് ആൾമാറാട്ടം രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രശ്നങ്ങളും വരുമ്പോ എന്തുകൊണ്ട് നിയമം? ഈ നിയമം എന്ന് പറയുന്ന സമയത്ത് എന്തെല്ലാം നമുക്ക്, അതല്ലേ ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനിൽ പോയിരുന്നുകൊണ്ട് ഇവിടുത്തെ ഒരു നേതാവ് അവിടെ പോയിരുന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ മോദി ഗവൺമെന്റ് താഴത്തേക്ക് വീഴ്ത്ത്, എന്നിട്ട് ഞങ്ങളെ പവർഗേറ്റ്, എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ജസ്റ്റ് ഇമാജിൻ, എന്ത് വേണമെങ്കിലും എന്റെ രാജ്യത്ത് നീ ചെയ്തോ, എന്നെ അവിടെ അധികാരത്തിൽ കയറ്റിയെടുത്തിട്ട് ഞാൻ ഈ നാടിനെ കട്ടുമുടിപ്പിക്കാനുള്ള അവസരം നീ എനിക്ക് താ, എന്നിട്ട് എന്റെ രാജ്യത്തിന് നീ വിറ്റാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പാകിസ്ഥാനിൽ പോയിരുന്ന പറഞ്ഞ മനുഷ്യൻ ഇന്നിവിടെ കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സഹിഷ്ണുത എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ മോദി പവറിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തേ ഉണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. So don't give these kind of propaganda. Let the country grow, man. നിങ്ങളൊന്നും വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് പൈസ തരുന്നില്ല, ഞങ്ങൾക്ക് കടം വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾ കടം വാങ്ങിച്ച് മാത്രം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തിങ്ക് യുവർ സെൽഫ്. ഈ വെറും കള്ളും വിറ്റ്, ലോട്ടറി ടിക്കറ്റും വിറ്റ് മാത്രം വരുമാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ ഭരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ തെറ്റ്. ഇതുപോലെ ദൈവത്തിന്റെ ഒരു നാടെന്ന് പറയുന്ന ഇതുപോലെ ഇത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടിനെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാതെ
നിങ്ങൾ ഈസി ആയിട്ട് എന്തെങ്കിലും ഈസി ആയിരുന്നത് കള്ളു കുടിച്ചാൽ ആ പാവപ്പെട്ടവൻ കള്ളം കുടിച്ചാൽ അവനുള്ള ടാക്സും കൂടെ നിങ്ങൾക്ക് തന്ന് പിന്നെ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന മോട്ടോർ ബൈക്കുകാരനടക്കം അവനും നിങ്ങൾക്ക് തരുന്നുണ്ട് 37 രൂപ. അവൻ 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 37-40 രൂപ നിങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോവാണ്. വാട്ട് എ വേ ടു റൂൾ ഇറ്റ്. ഡോണ്ട് ട്രബിൾ ദി പീപ്പിൾ ലൈക്ക് ദിസ്. ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ കൂട്ടി ഇതിന്റെ ഒക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കല്ലേ. നിങ്ങളുടെ ആർഭാടത്തിന് യാതൊരു കുറവുമില്ല. സോ ഐ എം നോട്ട് അക്യൂസിങ് യു. Think. Don't trouble the public like this. So anyway, thank you so much. God bless you all. As usual, keep smiling. Be united. Jati Mata Vedamanye. We all are one. And always believe that. എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു മുസ്ലിം സാധനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ കയറിയിരുന്ന് ട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇവരെ ഇതിന്റെ ഉള്ളിൽ വിദ്വേഷം പരത്തിക്കൊണ്ട് ഈ രണ്ടുപേരും അടികൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചോറ് കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചെന്നായ്ക്കളോട് എനിക്ക് ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ. ഇവിടെ ഹിന്ദുവും മുസ്ലിം തമ്മിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ബി പോസിറ്റീവ്, കീപ് സ്മൈലിംഗ് ആൻഡ് എ ബിഗ് ജയ് ഹിന്ദ്.